നെന്മാറയിലാണ്. നെന്മാറയിൽ ഒരു കെട്ടിടം ഉയർത്തുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മളിവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കാരണം ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കണ്ടാലോ. ഹൈ ഗൈസ്, അങ്ങനെ നമ്മൾ നെന്മാറയിൽ എത്തിയിട്ടുണ്ട്. ഈ വീട് പൊക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ വന്നതാണ്. അതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ട് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ അതിൻ്റെ ഉടമസ്ഥനും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പിടിച്ചേക്കുന്ന, ഇത് പൊക്കാമെന്ന് ഏറ്റേക്കുന്ന ആളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് ചോദിക്കാം, ഇതെന്താണ് ഇങ്ങനെ പൊക്കാനുണ്ടായ സാഹചര്യം, പുള്ളി അത് ഇപ്പോഴും കാപ്പിയാണോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാർ പേരെന്താണ്? എൻ്റെ പേര് സുരേഷ് അനന്തരാമൻ. എന്തായാലും വന്നതിൽ താങ്ക്സ്. താങ്ക് യു. പിന്നെ നമ്മളെല്ലാപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ സംഭവം. അതെ. ഞങ്ങൾക്ക് 20 വർഷമായി നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഇത് ചെയ്തിട്ട് ഈ ബിൽഡിംഗ് ഇവിടെ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ മീൻസ് പെട്ടെന്ന് ആൾക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ മണ്ണിട്ട് തീർക്കണം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ജിയോഗ്രഫിക്കലെ ചേഞ്ചസ് വന്നപ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറി. നമ്മളെല്ലാം വില്ലേജ് ഓഫീസിൻ്റെ അടുത്തും എല്ലാം കംപ്ലൈൻറ്റ് ചെയ്താലും ഇറ്റ്സ് നോട്ട് ആക്ഷൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളായാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. 8 മാസമായി നമ്മൾ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യണം എന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വന്നു, ബിൽഡിംഗ് ബേസിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് ജൂഡ് പറയുന്ന ആള്. അപ്പോൾ ജൂഡിൻ്റെ കമ്പനി നമുക്ക് ഒരു പ്രോമിസ് തന്നു, ഇത് ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, നല്ല സ്ട്രെങ്തോട് കൂടി തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. കുറേ സ്ഥലമൊക്കെ പോയി നോക്കിയപ്പോൾ വി ആർ ഡൂയിങ് വെരി വെൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് അങ്ങനെ കൺസ്ട്രക്ഷൻ കൊടുത്തു. കൊടുത്തപ്പോഴാണ് അറിഞ്ഞു ബാക്കിയുള്ള കമ്പനികളിലൊന്നും ആരും ഇതല്ല, മീൻസ് രജിസ്റ്റേർഡ് കമ്പനിയല്ല. സോ യു ഗ്രാൻഡ് എന്ന കമ്പനി മാത്രമാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി ഉള്ളൂ. സോ നമുക്ക് അവർ ഇൻഷുറൻസ് എടുത്ത് വീടിൻ്റെ വെൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി നമുക്ക് സേഫ് ആൻഡ് സെക്യൂരിറ്റി ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും 100% നമുക്ക് വിശ്വസിക്കുന്നതാണ്. പിന്നെ ഒന്നുമല്ല എങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു കൂടി ആയതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് വിചാരിക്കണം. അപ്പോൾ ഫ്രണ്ട് ഇന്ത്യയിൽ പറയുന്ന ടൈമിൽ പോലെയാണ് നമ്മൾ ഇതേപോലെ പറഞ്ഞല്ല ഇവർ തന്നെ പണ്ടൊക്കെ കേട്ട് കേൾവിയുള്ളൂ. സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. ബട്ട് ദേ ആർ ഡൂയിങ് വെരി വെൽ. 45 ദിവസം കൊണ്ട് ചെയ്തു തരാൻ പറഞ്ഞു. 16 ദിവസമായി. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൂട് പറഞ്ഞു. നമ്മുടെ പേര്? എൻ്റെ പേര് ജൂഡ്. കമ്പനിയുടെ പേര്? കമ്പനിയുടെ യു ഗ്രാൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി. ഇത് കോഴിക്കോട് കണ്ണാടിക്കലാണ് എൻ്റെ കമ്പനി. ഇന്ത്യയിലെ 23 ലൈസൻസിൽ ഒരാളാണ്. കേരളത്തിൽ ആകെ കൂടി ഒരു ലൈസൻസി ഉള്ളത് യു ഗ്രാൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അങ്ങേരുടെ പേര് ഖാലിദ് എന്നാണ്. ഞാൻ അങ്ങേരുടെ പാർട്ട്ണറാണ്. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ആ ഭാഗങ്ങളിലെ വർക്കുകളെല്ലാം ഞാനാണ് ചെയ്യണത്. ഇപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റോളം ഇതുണ്ട്, മൊത്തം ഇതുണ്ട്. ഇതിൻ്റെ കെട്ടിടമുണ്ട്, ഇതിൻ്റെ കാർ പാർക്കിംഗ് എല്ലാം കൂടി. അപ്പോൾ ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്യണതാണ്, 1 മീറ്റർ ലിഫ്റ്റ് ചെയ്യണതാണ്. ഈ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു 50 വർഷം കൂടി ഇതിന് അഡീഷണൽ, അതായത് നമ്മൾ 1 മീറ്റർ നമ്മൾ ഈ തറ ലെവലിൽ പൊക്കും അല്ലേ? ഏകദേശം എന്തോരം പൊക്കം ഉണ്ടാവും? ഇത്രയും പൊക്കം ഉണ്ടാവും. ഒരു 3.25 അടി അല്ലേ? 3.25 അടി നമ്മൾ പൊക്കും. ഓക്കെ. ഇതിൻ്റെ ഇനി ചിലവാകുന്ന പൈസ എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ ഒരു നോർമൽ പറയണമെങ്കിൽ നമ്മൾ ഈ ബിൽഡിങ് ചെയ്യണതിൻ്റെ 30% വരുള്ളൂ നമ്മൾക്ക് ഈ ലിഫ്റ്റ് ചെയ്യാനായിട്ടും. ലിഫ്റ്റിങ്ങും അതിൻ്റെ ഫിനിഷിംഗ് ലെവലിലേക്ക് ഒരു 30% നമ്മൾ കാണേണ്ടി വരും. ഓക്കെ. ലിഫ്റ്റിങ് മാത്രം. പിന്നെ അതുകൊണ്ട് ഷിഫ്റ്റിംഗ് ഉണ്ട്. ബിൽഡിങ് പുറകിലേക്ക് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ തിരിച്ചു വെക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷെ അതിനൊക്കെ വേറെ കാര്യങ്ങളാണ്, എക്സ്പെൻസ് ആകും വരുമ്പോഴത്തേക്ക്. ഇപ്പൊ നമ്മൾ ഈ കെട്ടിടം ചെയ്യാൻ പോകുന്നത് ലിഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. 1 മീറ്റർ പൊക്കി വെക്കും. പിന്നെ ഇതിന്റെ ഇപ്പോഴുള്ള ഫൗണ്ടേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 വർഷം കൂടി കൂടുതലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം പുതിയ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഈ ബ്രിക്ക് ഉപയോഗിക്കണം. പിന്നെ NIITയുടെ സർട്ടിഫൈഡ് ബ്രിക്കാണത്. നമ്മൾ ഈ കെട്ടിടം ഉയർത്താനായിട്ട് ഏകദേശം എത്ര ജാക്കി വേണ്ടി വന്നു? ഈ 200 ജാക്കിയോളം വേണ്ടി വന്നിട്ടുണ്ട്. 200 ജാക്കി ഒരേ ടൈമിൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ കെട്ടിടം ഇത് പൊക്കാനുണ്ടായ സാഹചര്യം കൂടെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണല്ലോ കൂടുതലും നമ്മളിത് കണ്ടേക്കുന്നത്. ഇവിടെ എന്താണ് സാഹചര്യം? നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ചാൽ ഇത് അച്ഛൻ കെട്ടിയ വീടാണ്. അപ്പോൾ എനിക്ക് വേറെ വീടുണ്ട്, ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടുണ്ട്. അമ്മേനെ തന്നെയാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അമ്മ അച്ഛൻ കെട്ടിയ വീടാണ്, ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം,
നമ്മളെല്ലാവരും കാണാറുണ്ട് മാതാപിതാ ഗുരു ദൈവം. നമ്മളുടെ അമ്മയൊക്കെ ഇരിക്കുന്ന ടൈമിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. പൈസയൊക്കെ നമുക്ക് ഇന്ന് വരും നാളെ വരും. ഈ പൈസ ഉണ്ടാക്കാൻ കാരണമേ അച്ഛനും അമ്മയാണ്. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ടും ഞാൻ എൻ്റെ ചേട്ടനുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ചെയ്താൽ നമ്മളെ ചേട്ടനും ഞാൻ മാത്രമല്ല ഏട്ടനും ഞാനും രണ്ടുപേരും സംയുക്തമായിട്ട് ഓക്കെ പറഞ്ഞതുകൊണ്ട് കാശ് എടുത്ത് ചെലവാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അമ്മയ്ക്ക് വേണ്ട ആഗ്രഹങ്ങൾ സാഫല്യമാക്കുക എന്ന ഒരു ഇത് കൂടിയായിട്ടുണ്ട് നമ്മൾ ഈ ബിൽഡിംഗ് പൊക്കുന്നത്. സോ എത്ര തന്നെ ആയാലും നമ്മുടെ അമ്മ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് വരും. അതിന്റെ പുണ്യം നമുക്ക് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ഇതിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായത്, ഈ കെട്ടിടത്തിന്റെ മണ്ടയിൽ ഇത് 3 നില അല്ലേ, 3 നിലയാണ്. ഇദ്ദേഹം അതിന്റെ മേളിൽ ഇപ്പോഴും താമസിക്കുന്നു. ഈ പണി ഇവിടെ നടക്കുന്ന സമയത്തും ഇദ്ദേഹം മേളിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേളിൽ കടകളുണ്ട്. ആ കടയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഒഴിച്ച് മാറ്റിയിട്ടല്ല ഈ കെട്ടിടം ഇവിടെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ് കേട്ടോ, അല്ലേ? അതെ അതെ അതെ. ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ടീം വന്ന ടൈമിൽ അവര് സേഫ് ആൻഡ് സെക്യൂരിറ്റിയും അല്ല, അവര് രജിസ്റ്റേർഡ് കമ്പനി അല്ല. ബട്ട് ഇവർ മാത്രമാണ് രജിസ്റ്റേർഡ് കമ്പനി ആയതുകൊണ്ട് ഇവർ പറഞ്ഞു നിങ്ങൾ ഒരാളും ഒന്നും വേണ്ട, ഇനി ഇവിടുത്തെ സാധനങ്ങൾ വേണിച്ചാൽ മുകളിലേക്ക് കയറ്റിക്കോളൂ. ഈ വീട്ടിലുണ്ടായിരുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും മുകളിലാണ് വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതും ഈ വീട്ടിന്റെ സാധനവും മുകളിൽ പ്രവർത്തിക്കുന്ന കടയും അതോടൊപ്പം തന്നെ എന്റെ മുകളിലുള്ള വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം ഈ ജാക്കിപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം ജാക്കിപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ടെക്നോളജിയാണ് കേട്ടോ. അതിൻ്റെ എല്ലാം പുറകിൽ ഈ മനുഷ്യനാണ് ഇത്. അതുപോലെ നമ്മൾ എത്ര പണിക്കാരുണ്ട് ഇതിന്? 18 പണിക്കാരുണ്ട്. 18 പണിക്കാർ എത്ര ദിവസമായിട്ട് പണിയുന്നുണ്ട്? 16 ദിവസമായിട്ട്. എത്ര ദിവസമാണ് പറഞ്ഞേക്കുന്നത് ഇവര്? 45 ദിവസം. അപ്പം 45 ദിവസം പറഞ്ഞേക്കുന്നത്. ഈ 45 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ എത്തും. ഒന്നും കൂടെ ഇത് വീഡിയോ ചെയ്യാനായിട്ട് വരും, ഉറപ്പായിട്ടും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കാണണമെന്ന് നമുക്കും അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഇത് ഒത്തിരി പേര് കേട്ടിട്ടേ ഉള്ളൂ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നമ്മളിത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പം ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഈ 40 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കണ്ട് തൃപ്തിയാണെങ്കിൽ ഇദ്ദേഹത്തിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യും. കാര്യം കാലിക്കട്ട് അല്ലേ, എവിടെയും ചെയ്യും. അപ്പം ഇവര് കോഴിക്കോട് ബേസ് കമ്പനിയാണ് എങ്കിലും എറണാകുളത്ത്, ആലപ്പുഴ, തൃശ്ശൂർ എല്ലായിടത്തും ഇവർക്ക് ഓഫീസുണ്ടോ? എനിക്ക് എറണാകുളത്തും കോഴിക്കോടും ഓഫീസുണ്ട്. അവിടെ നമ്പറുകളെല്ലാം ഇതിനകത്ത് കൊടുത്തിരിക്കും. പാലക്കാട് നെന്മാറയിൽ ഓഫീസായി. നെന്മാറ ഓഫീസായി. അതെ, ഇത് പാലക്കാട് നെന്മാറയിലാണ്. നെന്മാറയിൽ ഇങ്ങനെ എന്തായാലും ഇവിടെ കുറച്ച് 2-3 ആൾക്കാർക്ക് എഫക്റ്റീവ് ഉണ്ട്. അപ്പൊ അവര് വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് എടുക്കാം, ഇവർക്ക് കൊടുക്കാം. അതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളെല്ലാം ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ഈ കാണുന്നത് ജാക്കിപ്പുറത്ത് ഈ വീട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത് അവര് ഒരു അടിയോളം ഇത് ഉയർത്തിയിട്ടുണ്ട് നിലവിൽ. അപ്പൊ നമ്മളിനി അടുത്ത ദിവസം വന്നിട്ട് ഇത് പൊക്കുന്ന ടൈമിൽ ഇനി അടുത്ത ഒരു ഘട്ടമായിട്ടാണ് ഇവരിത് ഉയർത്തുന്നത്. അപ്പൊ അടുത്ത ഉയർത്തുന്ന ടൈമിൽ നമ്മളത് പോയി വീഡിയോ പിടിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം അത് 1 മീറ്റർ ഉയർത്തിയതിനു ശേഷമുള്ള അവസ്ഥയും അതുപോലെ ഇതിന്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷമുള്ള വീഡിയോയും നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിലവിലുള്ളത് ഈ 10 മുറി കടയാണ്. അത് മാത്രമല്ല അദ്ദേഹം ഈ വീടിൻ്റെ മണ്ടയിലാണ് താമസിക്കുന്നത്. അങ്ങനെ 3 നിലയുള്ള ഈ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നങ്ങളുമില്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു, കടകളിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ജാക്കിപ്പുറത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. സാറിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് പാലക്കാട്. പാലക്കാട് തന്നെ. ഇത് കാണാനായിട്ട് വന്നതല്ലേ? ഇത് കാണാൻ.
എന്റെ ബ്രദർ അശോക് കുമാർ മൂപ്പരും ബീവറേജ് ഷോപ്പിലാണ്. അതല്ലേ? ആ ശരി ശരി. ഓക്കെ, മൂപ്പരും ഞാനും കൂടിയിട്ടാണ് അമ്മയ്ക്കൊക്കെ ആവശ്യം കണ്ടപ്പോൾ അമ്മ തീരുമാനമെടുത്തത്. ഇതാണ് നമ്മുടെ അമ്മ, എൽത്തിയമ്മയാണ്. എന്റെ വൈഫ് പിന്നെ ജോബ് ആയിട്ടുള്ളത്. അമ്മയാണ് ഇതിന്റെ പ്രചോദനം. അമ്മ പ്രചോദനം പറഞ്ഞ അമ്മ ഒറ്റ അത് അച്ഛൻ കെട്ടിയ വീടാണ്. അപ്പൊ ഇവിടെ തന്നെ താമസിക്കാം. എന്തായാലും ഏട്ടൻ ഇവിടെ ഉണ്ട്. ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എന്നാ നമുക്ക് രണ്ടാൾക്കും ചെയ്യാം. പിന്നെ മൂപ്പരം ബാക്കിയുള്ളവരും അനീത്യമുണ്ട്. അവരത് ചോദിച്ചപ്പോ ഓക്കെ ശരി, നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ അമ്മയുടെ ഇതാണ് ആഗ്രഹമാണ്. അപ്പൊ അതന്നെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഇവരൊക്കെ നമ്മൾ എന്തായാലും ഒരു ജോയിന്റ് ഫാമിലി ഇതുവരെ കാണില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വർഷമായിട്ടാണ് ഏട്ടൻ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായത്. ഇപ്പം പിന്നെ ഞങ്ങൾ ജോയിന്റ് ആയി. പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന പോലെ.